ഹായ് വ്യൂവേഴ്സ്, മായാസ് കിച്ചൺ സീക്രട്സിലേക്ക് സ്വാഗതം. ഇന്ന് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കുന്ന ചമ്മന്തിപ്പൊടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അച്ചാറിൻ്റെയും സൈഡ് ഡിഷിൻ്റെയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ചമ്മന്തിപ്പൊടി കൂട്ടി കഴിക്കാവുന്നതാണ്. ഗ്രേവിയുള്ള ഒരു സബ്ജിയുടെ കൂടെയോ അല്ലെങ്കിൽ തൈരിൻ്റെയോ കൂടെ ചമ്മന്തിപ്പൊടി മാത്രം മതി നമുക്ക് ചോറുണ്ണുവാൻ. ഇത് കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കുന്നതുകൊണ്ട് അമ്മമാർ കുട്ടികൾക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ സാധാരണയായി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുവാനായി പച്ച തേങ്ങ സാധാരണ ഉപയോഗിക്കാറില്ല. വെള്ളം കുറവുള്ള കുറച്ച് ഉണക്ക തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. 3 തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനായി കുറച്ച് കൂടുതൽ കറിവേപ്പില എടുക്കുക. 3 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി, 1/2 കപ്പ് വീതം ഉഴുന്നും കൊത്തമല്ലിയും, 35 വറ്റൽമുളക്, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. മുളകിൻ്റെ കുത്തൽ മാറുവാനായി കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. 50 ഗ്രാം ശർക്കരയും 2 ടീസ്പൂൺ കായവും എടുത്തിട്ടുണ്ട്. ഞാനും അമ്മയും കൂടി ചേർന്നാണ് പാചകം എന്നെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറക്കാം. തേങ്ങ നന്നായി ചൂടായി കഴിയുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. അല്പം എണ്ണയും ഒഴിക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി കൊത്തമല്ലിയും ഇഞ്ചിയും ചേർക്കാം. കൊത്തമല്ലിക്ക് മൂപ്പ് കുറവായതുകൊണ്ടാണ് തേങ്ങയും മുളകും ഒക്കെ ഒന്ന് വറുത്തിട്ട് കൊത്തമല്ലി ആഡ് ചെയ്യുന്നത്. തേങ്ങ ചുമക്കെ വറുത്തെടുക്കുക. തേങ്ങയും വറ്റൽമുളകും ഒക്കെ നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇവ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഉഴുന്നും കുരുമുളകും കൂടി വറുത്തെടുക്കാം. ഉഴുന്ന് ഒരു പാനിലിട്ട് ചൂടാക്കുക. ഉഴുന്നിൻ്റെ കളർ ചെറുതായി മാറി തുടങ്ങുമ്പോൾ കുരുമുളക് കൂടി ചേർക്കുക. ഉഴുന്ന പെട്ടെന്ന് ചൂടായി അതിൻ്റെ കളർ മാറുമല്ലോ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഉഴുന്നും കുരുമുളകും ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ചമ്മന്തിപ്പൊടിയുടെ ചേരുവകളെല്ലാം ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി ഈ ഉഴുന്നും കുരുമുളകും കൂടി തേങ്ങയുടെ കൂടെ ചേർത്തിളക്കുക. ഇനി ഈ കൂട്ട് പൊടിച്ചെടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന ശർക്കരയും കായവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേണം പൊടിക്കാൻ. 2 ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. തേങ്ങയിലെ ജലാംശമൊക്കെ വറ്റുന്നത് വരെ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് ചമ്മന്തിപ്പൊടി കുറച്ച് ദിവസം കേടുകൂടാതെ പുറത്തിരിക്കും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്നില്ല. ശർക്കര കൂടി ചേർക്കുന്നത് കൊണ്ട് കൊച്ചുകുട്ടികളും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.